mucho. Muy rico. Muy rico, muy rico. ഇതാണ് രാവിലെ കൊണ്ടുവരും കുക്ക് ചെയ്ത ഐറ്റം. Al centro y para adentro. Y para adentro. ഓല അമിഗോസ്. അപ്പോൾ എല്ലാവർക്കും സെക്കൻഡ് പാർട്ടിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മൾ ഡീക്കൻ്റെ പട്ടം കൂടാൻ വന്നതാണ്. പട്ടത്തിൻ്റെ കുർബാന ഇവിടെ നടക്കുന്നുണ്ട്. ഡീക്കൻ പട്ടം സ്വീകരിച്ചു. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഡീക്കന് വേണ്ടി പ്രാർത്ഥിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഇനി അച്ഛന്മാർ ഒരുക്കുന്ന പാർട്ടിയാണ് നമ്മൾ കാണുന്നത്. ഇതാണ് പാർട്ടിയുടെ വെന്യൂ. നമ്മൾ രാവിലെ പോയപ്പോഴത്തേക്ക് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അതിപ്പോൾ വൈകിട്ട് ഒരു 7:30-8 മണിയാണ്. 8 മണിയോട് കൂടിയിട്ടാണ് നമ്മളത് നേരത്തെ കുഴിച്ചിട്ടില്ല ബീഫ് തുറക്കുന്നത്. അപ്പോൾ പാർട്ടിയുടെ വെന്യൂ കണ്ടോ, എന്ത് അടിപൊളിയായിട്ടാണ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇവിടെ ബ്രദറിന്റെ ഡീക്കന്റെ പേരും എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ മറ്റേ ബീഫ് കുഴിച്ചിട്ടെങ്ങനെ മേളിലാണ്, പാർട്ടി നടക്കുന്നത് താഴെയും. അപ്പൊ നമ്മള് ആദ്യം കുർബാന കഴിഞ്ഞപ്പോ ഇറങ്ങി വന്നാണ്. അപ്പൊ നമ്മള് ഇതിപ്പോ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഇതാണ് നമ്മുടെ രാവിലത്തെ മുഴുവൻ കഷ്ടപ്പാട് ഇതിനു വേണ്ടിയിട്ടാണ്. അധ്വാനിച്ചിട്ടുള്ള ഫുഡ് ഞങ്ങള് സഹായിക്കുന്നുണ്ട്. ഇതൊരു ഗെയിം നമ്മൾ ചെയ്യാൻ പോവാണ്. ആ കാണുന്ന ഷവല് വെച്ചിട്ട് അതിൽ കുത്തുമ്പോൾ അതിൻ്റെ അകത്ത് മെസ്കാല് കുഴിച്ചിട്ടുണ്ട്, ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആർക്കാണ് മെസ്കാല് കിട്ടുന്നത് അവർക്ക് അത് വീട്ടിലേക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുപോകാം. പക്ഷെ ഒരു ഷവല് കുത്തണമെങ്കിൽ 100 പൈസ 50 പൈസ കൊടുക്കണം. ഇത് കൊള്ളാലോ, നല്ല പരിപാടിയാണല്ലോ. ഇത് ഇവിടെ നിൽക്കുന്നതിന് പ്രധാന വേറൊരു കാരണം കൂടിയുണ്ട്. ഇത് കുഴിച്ചെടുക്കുമ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് അതിൽ നിന്ന് തന്നെ കഴിക്കാൻ തരും എന്നാണ് ഷെഫ് പറഞ്ഞിട്ടുള്ളത്. കിട്ടില്ലെന്ന് നമുക്ക് കണ്ടറിയാം. നമ്മൾ ഇത് കുഴി തുറക്കാൻ പോവുകയാണ്. അച്ഛന്റെ ആദ്യത്തെ കുത്തുകുത്തി. അച്ഛന് കിട്ടിയില്ല. വീണ്ടും കിട്ടിയില്ല. ആദ്യം മണ്ണിടാൻ തുടങ്ങുന്നത് നമ്മള് പറഞ്ഞ ഗെയിമാണ്. മെസ്കാലിന് വേണ്ടിയിട്ടുള്ള ഇവരുടെ ഗെയിമാണിത്. ചെയ്തിട്ട് കുഴി കുത്താൻ വന്നിരിക്കുന്ന ആള്. മെസ്കാലിന് വേണ്ടിയിട്ടുള്ള യുദ്ധമാണ്. കുപ്പി തന്നെയാണ് സമ്മാനം. ആഗ്രഹം ഉണ്ടോ, പറ്റണ്ടേ? കിട്ടി. കുഴിച്ചിട്ട കുപ്പി അച്ഛൻ തന്നെ തിരിച്ച് കുത്തി എടുക്കുന്നു. അയ്യേ, കിട്ടിയില്ല. നമ്മളെ നാട്ടില് കൂടുന്ന പോലത്തെ ഒരു ഓർഡിനേഷൻ ഫംഗ്ഷനേ അല്ല, ഭയങ്കര ഡിഫറെന്റ് ആണ്. ഇത് നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒഹാക്കൻ സ്പെഷ്യൽ ആയിട്ടുള്ള ട്രഡീഷൻസ് ആണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ മെസ്കാൽ കുപ്പികൾ ഒളിപ്പിച്ച് വെച്ചിട്ട് ഒരു ട്രഷർ ഹണ്ട് പോലെയാണ് ഇവർ പ്ലാൻ ചെയ്തേക്കുന്നത്. നമ്മുടെ ബീഫിന്റെ മേളിൽ ഇത് ഒളിപ്പിച്ച് വെച്ചിട്ട് കണ്ടുപിടിക്കണം, എന്നാലേ അവര് ബീഫ് തുറക്കുള്ളൂ. ടോട്ടല് 5 കുപ്പികൾ ഇന്ന് ഒളിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അത് 5 കുപ്പികൾ കണ്ടുപിടിക്കാനായിട്ട് ഷെഫും എല്ലാവരും ഒരുമിച്ച് ഇറങ്ങിയിട്ട് അങ്ങോട്ട് ഇപ്പോൾ കുഴിക്കാൻ തുടങ്ങി.
എടാ നീ ചോദിക്കുന്ന ഉത്തരം ആവിയായി പോയിണു. അപ്പൊ കുപ്പികളെല്ലാം കിട്ടിയ സ്ഥിതിക്ക് ബാക്കി കുഴി കുഴിച്ച് ഇനി ബീഫിനെ പുറത്തെടുക്കുകയാണ്. Are you excited to see the beef? Yes, I'm excited. Are you excited to eat all the beef? എനിക്ക് പേടിയാവുന്നു. നല്ല സ്മെല്ല് വരുന്നുണ്ട് ബീഫിന്റെ, നല്ല വേവിന്ത സ്മെല്ല് വരുന്നു. ബീഫിന്റെ നല്ല പുകയും വരുന്നുണ്ട്. It's hot, caliente, mucho caliente, mucho caliente. See? ഇതിനുള്ളിൽ കാണുന്ന വാഴയിലകളാണ് ആദ്യം കാണുന്നത്. നമ്മൾ നേരത്തെ വെച്ചത് കൈയടിക്ക് അതായത് തുറക്കുകയാണ് നമ്മുടെ രാവിലോട്ടുള്ള കഷ്ടപ്പാട്. വാഴലല്ല, അതെ ഇതാണ് ജോർജ് കുട്ടി സ്റ്റൈൽ ബീഫ്. യെസ്, ഇതില് ഇപ്പൊ വാഴലയാണ് ഇപ്പൊ മേലെ കാണുന്നത്. മേലെ നമ്മൾ നേരത്തെ രാവിലെ നമ്മൾ ഇട്ട് വെച്ച വാഴലയാണ് നമ്മളിപ്പോൾ ഇതിൽ കാണുന്നത്. നമ്മുടെ രാവിലത്തെ ഷെഫുള്ള ഫുൾ ഉത്തരവാദിത്വത്തോടു കൂടി ബീഫ് ഓരോന്നോരോന്നായിട്ട് എടുക്കാൻ പോവുകയാണ്. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ കഴിക്കാൻ തരുന്നതായിരിക്കും ഷെഫ്. വാക്ക് പാലിക്കുമോ ഇല്ലയോ? വാക്ക് പാലിക്കുമോ ഇല്ലയോ? മണ്ണ് താഴേക്ക് വീണ്ടും നോക്കണേ. നമ്മളറിയാത്ത സ്റ്റെപ്പ് ചെയ്താലും അതെ അതവരെ കടുക് താഴത്തെ ദോഷം എന്ന് പറഞ്ഞേ പറക്കാനുള്ള ബുദ്ധിമുട്ട്. ഇവിടെ ഒരാളെ ഹെൽപ്പ് ചെയ്യാനുണ്ട്. അടുത്ത വയസ്സ് എടുക്കണം അച്ഛൻ ഇനാഗ്രേഷൻ. പൊളിച്ചു. അപ്പൊ ഫൈനലി നമ്മള് എല്ലാവരും കൂടെ അവിടെ ടേസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ജീവിതം സഫലമായി. അപ്പൊ ബോബി കുഴി എടുക്കും. ബാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. സംഭവം കിടക്കാച്ചിട്ടുണ്ടെന്നാണ് എല്ലാവരും പറയണത്. അവിടെ പാട്ടാണ്, അവിടെ നമ്മുടെ പ്രോഗ്രാംസ് പാരലി നടക്കുന്നുണ്ട്. എല്ലാവരും പാട്ടൊക്കെ ചെല്ല് ചെയ്ത് ഇതെടുക്കാണ്. നമ്മളിവിടുന്ന് ഫുഡ് കൊടുക്കുന്നു. പിന്നെ നമ്മള് എല്ലാ പരിപാടിയും കഴിഞ്ഞു, പുറത്ത് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഭയങ്കര ഇഷ്ടത്തോടെ എക്സൈറ്റഡ് ആയിട്ട് കഴിച്ചോണ്ടിരിക്കണം. ഉപ്പത്തിരി കുറവാണ്, പക്ഷെ ഞാൻ ഉപ്പ് ഞാട്ടുകൊണ്ടായിരിക്കും ചിലപ്പത്തിൽ കുറച്ച് പോയത്. പക്ഷെ ഞങ്ങൾ ഉപ്പ് ശരിയാക്കുന്നതായിരിക്കും. അടിപൊളി എന്ന് പറഞ്ഞാൽ ബീഫ് കഴിഞ്ഞാൽ പൊടിഞ്ഞു വരുന്ന ബീഫ്. നാട്ടിൽ പോയിട്ട് ഇതുപോലത്തെ ഒരു സെറ്റപ്പ് തുടങ്ങണം, എന്തായാലും തുടങ്ങണം. യെസ്, തുടങ്ങും. കുഴി ബീഫ്, കുഴിപ്പൊത്ത്. എല്ലാരും എക്സൈറ്റഡ് ആണ്. നാട്ടിൽ ഇതിന്റെ വേറൊരു വേർഷൻ പരീക്ഷിക്കണമെന്നാണ് എല്ലാരും പറയുന്നത്. ഇതാണ് ഐറ്റം, ഇതാണ് രാവിലെ തൊട്ട് വരെ കുക്ക് ചെയ്ത ഐറ്റം. എങ്ങനെയിട്ട് മക്കളെ? അങ്ങനെ അടിപൊളി. കുറച്ച് ഉപ്പ് വേണം. ഉപ്പിട്ടത് ഇങ്ങനാ. ഉപ്പിട്ടാള്
ഗ്രാസ നമുക്ക് കാണാൻ പറ്റും. എന്നാ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു. നമ്മള് കഴിച്ചു, അപ്പൊ ഇനി വേണ്ട. ഇതാണ്. അയ്യോ ഞാൻ കണ്ണിൽ പൊടി പോകുന്നേ, കട്ടടിക്കുന്നേ. സ്പെഷ്യൽ നമ്മുടെ ഇവന്റ് അങ്ങോട്ട് സജീവമായി. എല്ലാവരും ഈ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. മേളിലാണ് നമ്മുടെ ഇത്, താഴെ ഇവരുടേത്. ഇവിടെയാണ് നമ്മുടെ പാർട്ടിയുടെ വെന്യൂ കേട്ടോ. എല്ലാവരും ഇവിടെ റെഡി ആയിട്ട് ഫുഡൊക്കെ വാങ്ങിച്ച് കഴിക്കാനായിട്ടിരിക്കുക. കണ്ട ഈ ബ്രദറിന്റെ ഓർഡിനേഷൻ ആയിരുന്നു കേട്ടോ. കണ്ടത് അവരുടെ വിഷ് ചെയ്യുന്ന കേട്ടോ. മെക്സിക്കോയിലെ മിക്കവാറും പാട്ടുകൾ ഇതുപോലെ പാട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. എല്ലാവരും മൈയാച്ചി മ്യൂസിക്കും കേട്ടുകൊണ്ടാണ് ഫുഡ് എല്ലാം ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു സാധനം തന്നു. ഇത് ഗ്ലാസ് ആണ്. ഇതിനകത്ത് മെസ്കാല് കുടിക്കാം, അല്ലാണ്ട് ജ്യൂസ് കുടിക്കാം. ഞാൻ ഡ്രിങ്ക്സ് കഴിക്കില്ല, അതാണ് ഞാൻ ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും കഴുത്തിലിങ്ങനെ തൂക്കിയിട്ടുണ്ട്. Carrizo is like bamboo. But it's the family of bamboo. But it's not. Oh my god, it's too much. ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചോണ്ടിരിക്കുകയാണ്. ആൾക്ക് നമ്മൾ ഇഷ്ടപ്പെട്ടു. അപ്പോൾ Bienvenidos y a seguir disfrutando. Una foto. Aquí dice arriba, al centro, y para adentro. Okay, salud. Salud por el diácono. Salud por el gran diácono. Que Dios le dé larga vida. Muchas gracias. Lo conserve y lo haga feliz. Un gusto compartir con nuestras amistades de la India. Sí, un gusto. Mucho gusto. ¿Cómo te llamas? Kenji. അവിടെ ജ്യൂസ് കുടിക്കുന്നത്. ബോംബ് സോൾട്ട് എന്ന് പറയുന്ന സാധനം ആണ്. അതൊക്കെ ഒരു കഴിക്കുന്നത്. ബോബിന് ലിക്കായിട്ട് പറ്റാവുന്നില്ല. നമ്മുടെ കേക്കൊക്കെ മുറിക്കാൻ പോവാണ്.
കറിക്കോ ആ അമ്മച്ചിനെ മെക്സിക്കോയിൽ ഒരു കല്യാണത്തിന് പോയപ്പോഴത്തേക്കും ഞങ്ങൾ കണ്ട് കൈൻഡ് ഓഫ് സെയിം ഇവന്റ്സ് ഒക്കെ ആട്ടോ നമ്മളൊരു ഓർഡിനേഷൻ ഫംഗ്ഷന് പോകുമ്പോഴും കാണുന്നത്. ഇവിടെ എല്ലാവരും ഭയങ്കര ഡാൻസും ഇതൊക്കെയാണ്. ഇത് ബ്രദറിൻ്റെ കൂടെ നമുക്ക് ഡാൻസ് കളിക്കാം. ബ്രദർ ലാസ്റ്റ് ബൊക്കറ്റ് എറിയുന്ന ലൈക്ക് ബ്രൈഡുകൾ ചെയ്യുന്ന ഇത് എല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു മീൻ പോയേ 2 മീൻ പോയേ മറ്റേ ഗെയിമൊക്കെ ഇല്ലേ പണ്ടത്തെ കുഞ്ഞിത്തെ ഗെയിം, അതൊക്കെ കളിക്കുന്നു. ഇത് ബ്രദർ ഇപ്പോൾ പൂവറിയുന്നു, എല്ലാം ഉണ്ട്. നല്ല വൈബായിരുന്നു എല്ലാം. ഒരാളെ കല്യാണം കഴിച്ച് അയക്കണ പോലെ തന്നെയാണ് ഇവിടെ. എല്ലാവരും ഭയങ്കര ആഘോഷത്തിലാണ്. ദൈവത്തിന് വേണ്ടി ഒരാളെ കൊടുക്കുന്നതിൽ എല്ലാവരും സന്തോഷിക്കുന്നു. ആളുടെ നാട്ടിലുള്ളവർ വരുന്നു, ഇവിടെയുള്ളവർ വരുന്നു, എല്ലാവരും ആഘോഷിക്കുന്നു. അതായിരുന്നു നമ്മൾ ഈ കണ്ട ഫംഗ്ഷൻ. ശരിക്കും ഭയങ്കര പോസിറ്റിവിറ്റി ഉള്ളൊരു ഫംഗ്ഷൻ. ഇങ്ങനെയാവണം ശരിക്കും നമ്മുടെ നാട്ടിലെ ഫംഗ്ഷൻസ് എന്ന് ഞങ്ങൾക്ക് തോന്നി. മാങ്ങയും കുറെ ഓർമ്മകളുമായി ഒരു രാത്രി. ഓ മൈ ഗോഡ്. അതെ, നമ്മളിപ്പോ ബീഫിനൊക്കെ കുഴിച്ചിട്ട് അതൊക്കെ കഴിച്ച് അച്ഛന്മാരും പാർട്ടിയൊക്കെ കൂടി സന്തോഷമായിട്ട് തിരിച്ചു. അതെ, എല്ലാവരും സന്തോഷത്തിലാണ്. അപ്പൊ ഞങ്ങളുടെ ബ്ലോഗ് അവസാനിക്കുകയാണ്. അപ്പൊ കണ്ടല്ലോ, അപ്പൊ ഞങ്ങൾ നിർത്താട്ടോ. എല്ലാരും നല്ല ഫോമിലാണ്. അപ്പൊ ബൈ ബൈ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. Adios amigos.